നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പെടുമ്പോൾ റഹീം മാത്രം പെട്ടാൽ പോരല്ലോ, കാര്യമൂലസഹിതമടക്കം പെടേണ്ടവരെല്ലാം തന്നെ പെടണം. ഈടിയെ കൊല്ലാൻ അങ്ങ് ആവേശഭരിതമാക്കി വിട്ട ആ അണികൾക്ക് ആവേശം പകർന്ന എല്ലാവരും പെടണം. ഗോവിന്ദൻ മാഷിന്റെ അടക്കം മൊബൈൽ ഫോൺ ചികഞ്ഞ് പരിശോധിക്കാൻ തന്നെയാണ് ഇഡിയുടെ നീക്കം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന കേസിൽ CPM കുരുക്കിലേക്ക് നീങ്ങുകയാണ്. ആക്രമണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം CPM നേതാക്കളുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി V ജോയ് MLA, CK ഹരീന്ദ്രൻ MLA എന്നിവരുടെ ഫോൺ കോളുകളാണ് മ്യൂസിയം CI R പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കുക. 2 MLA മാരുടെ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടും. മെയ് 27-ന് ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ അന്വേഷണമാണ് CPMന്റെ മുതിർന്ന നേതാക്കളിലേക്ക് എത്തുന്നത്. റെയ്ഡ് നടക്കുമ്പോൾ MV ഗോവിന്ദനും 2 MLA മാരും പിണറായി വിജയന്റെ വീട്ടുവളപ്പിൽ ഉണ്ടായിരുന്നു. ഇവർക്കൊപ്പം ജോൺ ബ്രിട്ടാസ് MD, V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരും സംഭവ സ്ഥലത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നു. മുതിർന്ന നേതാക്കളിൽ നിന്ന് ആഹ്വാനം ലഭിക്കാതെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100ഓളം പ്രവർത്തകർ അക്രമാസക്തരായി അവിടെ എത്തില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അറസ്റ്റിലായ CPM പ്രവർത്തകർക്ക് ഉദ്യോഗസ്ഥരോട് വൈരാഗ്യമില്ലെന്നും അതിനാൽ അന്വേഷണം CPM നേതാക്കളിലേക്ക് വ്യാപിക്കണമെന്നുമാണ് ഇഡിയുടെ നിലപാട്. മാധ്യമങ്ങളിൽ നിന്നടക്കം ശേഖരിച്ച ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ച കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ MLA മാരുടെ ഈ ഫോൺ വിവരങ്ങൾ ശേഖരിക്കാൻ ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന തീരുമാനം ഏതായാലും നിർണായകമാകും. 2 MLA മാരുടെ ഫോൺ കോൾ അടക്കമുള്ളവയാണ് പരിശോധിക്കേണ്ടത്. റഹീം അന്ന് ആവേശഭരിതമായ വാക്കുകളൊക്കെ പറഞ്ഞു പോയിരുന്നു. എന്തായാലും റഹീമും ഈ കേസിൽ പ്രതിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഇഡിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂർ പിണറായിലെ വീട്ടിൽ ഇന്നലെ രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തി ഫോട്ടോ എടുത്തത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. സ്വത്തുവകകൾ അടക്കമുള്ളവ കണ്ടെടുക്കാനുള്ള നീക്കപാട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പിണറായിയുടെ വീടിന്റെ മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തിയപ്പോൾ അധികം ആരും തന്നെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം മൈൻഡ് ചെയ്തവരുടെ ജീവിതം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും പ്രത്യേകിച്ച് പോയി ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. 7ഓളം പ്രതികളെയാണ് ഇഡി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വീണ വിജയൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഇടയാകും. ആദ്യം പിണറായി വിജയനെ വീട്ടിനകത്ത് ബന്ധനസ്ഥനാക്കൊണ്ട് വീട് റെയ്ഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ആ വാർത്ത തന്നെ തെറ്റാണ്. ഇഡിയുടെ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ പിണറായി വിജയൻ പറഞ്ഞ തന്നോടൊന്നും ചോദിച്ചിരുന്നില്ല, തന്നെ ഒന്നും അവർ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല എന്നാണ്. പക്ഷെ പുറത്ത് ഇത്രയും അധികം പ്രശ്നം നടന്നപ്പോൾ അകത്ത് ഇതെല്ലാം കണ്ട് സുഖിച്ചിരിക്കുകയായിരുന്നു പിണറായി എന്നുള്ളതാണ്. പിന്നീട് അധികം നാൾ സുഖിച്ചിരിക്കേണ്ടി വന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ മൊബൈൽ ഫോൺ കൂടി പരിശോധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാകുന്നു. കാരണം പിണറായി ആണോ ഇവരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പ്രകോപനപരമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇഡി ആക്രമിച്ച കേസിൽ CPM കുരുക്കിലേക്ക് മുറുകുന്നുണ്ട്. ആക്രമണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം CPM നേതാക്കളുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിക്കുന്നത് നിർണായകമാകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി V ജോയ് MLA, CK ഹരീന്ദ്രൻ MLA എന്നിവരുടെ ഫോൺ കോളുകളാണ് മ്യൂസിയം CI R പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കുക. 2 MLA മാരുടെ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടും. മെയ് 27-ന് ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ അന്വേഷണമാണ് CPMന്റെ മുതിർന്ന നേതാക്കളിലേക്ക് എത്തുന്നത്. റെയ്ഡ് നടക്കുമ്പോൾ MV ഗോവിന്ദൻ, 2 MLA മാരും പിണറായി വിജയന്റെ വീട്ടുവളപ്പിൽ ഉണ്ടായിരുന്നു. ഇവർക്കൊപ്പം ജോൺ ബ്രിട്ടാസ് MD, V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരും സംഭവ സ്ഥലത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നു. മുതിർന്ന നേതാക്കളിൽ നിന്ന് ആഹ്വാനം ലഭിക്കാതെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100ഓളം പ്രവർത്തകർ അക്രമാസക്തരായി അവിടെ എത്തില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അറസ്റ്റിലായ CPM പ്രവർത്തകർക്ക് ഉദ്യോഗസ്ഥരോട് വൈരാഗ്യമില്ലെന്നും അതിനാൽ അന്വേഷണം CPM നേതാക്കളിലേക്ക് വ്യാപിപ്പിക്കണമെന്നുമാണ് ഇഡിയുടെ നിലപാട്. മാധ്യമങ്ങളിൽ നിന്നടക്കം ശേഖരിച്ച ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ച് കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട്. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി
എസ് നസീറ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സന്തോഷ് കുമാറും ED അഭിഭാഷകൻ സന്തോഷ് ജോസും വാദിച്ചിരുന്നു. പ്രതികളുമായി യാതൊരു മുൻ വിരോധവും ഇല്ലാതിരുന്ന സർക്കാർ ജീവനക്കാരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാണ് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതികളുടെ പ്രവൃത്തി ലഘൂകരിച്ച് കാണാൻ കഴിയില്ലെന്നും അക്കാര്യം കോടതി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകുമെന്നും പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജഡ്ജി ദൃശ്യങ്ങൾ പരിശോധിച്ചത്. CMRL എക്സാലോജിക് വിവാദ സാമ്പത്തിക ഇടപാട് കേസിലെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആവശ്യപ്പെട്ടിരുന്നു. CMRL കേസിലെ അന്വേഷണം പ്രമുഖ വ്യക്തികളിലേക്ക് നീണ്ടാൽ പ്രതികളിൽ നിന്ന് സമാനമായ പ്രതിഷേധം വീണ്ടും ഉണ്ടായാൽ സാധ്യതയുണ്ട്. അത് അന്വേഷണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുകയും ചെയ്യുമെന്ന് ED അഭിഭാഷകൻ സന്തോഷ് ജോസ് സെഷൻസ് കോടതിയെ അറിയിച്ചിരുന്നു. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന് നേരത്തെ ജാമ്യം ലഭിച്ചതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്നും അതുകൊണ്ട് പ്രതികൾ റിമാൻഡിൽ തുടരേണ്ടതില്ലെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പറഞ്ഞത് പോലീസിന്റെ അഭിപ്രായമായിരുന്നില്ല എന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിരുന്നു. എന്തായാലും കേസിലെ പ്രതികൾക്കാർക്കും EDയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ അവരുടെ പാർട്ടിക്ക് വിരോധമുണ്ടെന്നും ED അഭിഭാഷകൻ വാദിച്ചു. പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ പോലീസിന്റെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്തരമൊരു ആക്രമണം നടത്താൻ പ്രതികൾ ധൈര്യപ്പെടില്ലായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് അതായത് പാർട്ടി പൂർണ്ണമായ അംഗീകാരം ഒരു മൗന അനുവാദം നൽകിയത് തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് പറയുന്നു. പാർട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവർ ED ആക്രമിക്കില്ലായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും പരിക്കേറ്റിട്ടില്ലെന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ലെന്ന് കണ്ണിനും പരിക്കേറ്റിട്ടും വാഹനം ഓടിച്ച ടാക്സി ഡ്രൈവറുടെ മനോധൈര്യം കൊണ്ടാണ് ഉദ്യോഗസ്ഥർ കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്നാണ് ED അഭിഭാഷകൻ വ്യക്തമാക്കിയത്. എന്തായാലും ആ പരിക്കേറ്റ ഡ്രൈവർ ശ്യാംരാജ് അദ്ദേഹത്തിന്റെ ജീവനോപാധി അത് വഴിമുട്ടി നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ CPM സഹായിക്കാമെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ആരെയും സഹായത്തിന് കണ്ടില്ല. അതുകൊണ്ട് ED തന്നെ അദ്ദേഹത്തിന്റെ 1,85,000 രൂപയ്ക്ക് പണി ചെയ്തിട്ടിരിക്കുന്ന ആ വണ്ടി തിരിച്ചെടുത്ത് കൊടുക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശ്യാംരാജിന് സാമ്പത്തിക സഹായം നൽകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. CITU ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി ശ്യാംരാജിനെ സഹായിക്കുമെന്ന വാഗ്ദാനം CPM പാലിക്കാത്തതിനെ തുടർന്നാണ് EDയുടെ ഇടപെടൽ. ആക്രമണത്തിൽ തകർന്ന 3 കാറുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഇൻഷുറൻസിന് പുറമെ ചെലവായ തുക നൽകുമെന്ന് ED കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ആക്രമണത്തിന് 2 ദിവസം മുൻപ് ഫിറ്റ്നസ് തീർന്നതിനാൽ ശ്യാംരാജിന്റെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അതിനാൽ ആവശ്യമായ തുക കൈമാറുമെന്നും രേഖകൾ സഹിതം അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ED ഡെപ്യൂട്ടി ഡയറക്ടർ S സിമി അറിയിച്ചു. ശ്യാംരാജിനടക്കം 3 ടാക്സികളിലായാണ് ED സംഘം മേയിൽ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചതും ഈ ശ്യാംരാജിന്റെ വാഹനത്തിനായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി 1,85,000 രൂപയാണ് ആയത്. വാഹനം ജപ്തി ഭീഷണിയിലാണെന്നും ഉപജീവന മാർഗത്തിനായി ശ്യാംരാജ് നിലവിൽ ഇപ്പോൾ ഒരു പെയിന്റിംഗ് പണിക്ക് പോവുകയാണെന്നുമായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട്. എന്തായാലും എന്തുകൊണ്ടാണ് CPM സഹായിക്കാത്തതെന്ന ചോദ്യത്തിന് CPM ഒരു വിചിത്ര മറുപടിയാണ് നൽകുന്നത്. സഹായിക്കുന്നത് സ്വാധീനിക്കലാകും. സംഭവം നടന്ന് 1 മാസം പിന്നിടുകയും സഹായ വാഗ്ദാനം പാലിക്കാത്തത് വാർത്തകളാവുകയും ചെയ്തിട്ടും പാർട്ടി പ്രവർത്തകൻ കൂടിയായ ശ്യാംരാജിനെ ബന്ധപ്പെടാൻ CPM നേതൃത്വം തയ്യാറായിട്ടില്ല. ED ആക്രമണ കേസ് നിലനിൽക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ സഹായിക്കുന്നത് കേസിനെ സ്വാധീനിക്കാനാകുമെന്ന വിചിത്ര മറുപടിയാണ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വിചിത്ര മറുപടിയുമായി നേതാക്കൾ എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്.